പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 13 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. പലരുടെയും കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ചില ഹോൾ ടിക്കറ്റ് ആകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം, വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം. വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങളെ കൊണ്ടും
വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാളെ നവംബർ 14 വെള്ളിയാഴ്ച ഈ 2 സബ്ജക്റ്റ് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് പറയണത്, നാളെ പറയണത്. അതായത് എൻ്റെ സബ്ജക്റ്റിൻ്റെ പൊതുപ്പേരെന്ന് പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ. ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം, രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം. ഇന്ന് പറയണത് വിശ്വാസത്തിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ, ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയണത്. കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാകും, പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മൊത്തം വേസ്റ്റ് കുറക്കാൻ പറ്റും, അത്രയും നല്ലത്. പക്ഷെ എന്നാലും വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം. വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല, പണ്ട് മുതലേ ഹാരപ്പ മൊഹൻജദാരോ ഒക്കെയുള്ള ആദ്യകാല നാഗരികതയിൽ പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേക സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുമുണ്ട്, കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ. ആത്മീയ ജീവിതത്തിലുണ്ട്. ആത്മീയജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റായിട്ട് വരും. അത് നമ്മൾ ഒഴുക്കിക്കളയണം, അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് വേസ്റ്റ് അല്ലേ, നമുക്ക് വലിയ കാര്യമായിരിക്കും, ദൈവത്തിനകത്ത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദൈവത്തിന് വേസ്റ്റായിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നാണ് അനുതാപം എന്ന് പറഞ്ഞ സംഭവം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്ലെറ്റാണ് ശരിക്കും പറഞ്ഞത്. അനുതപിച്ചില്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം, അതായത് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, അറിയാതെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്. പൊല്യൂഷൻ, അതാണ് വിഷയം. പൊല്യൂഷൻ അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിന് ഇരയാകും. രോഗാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗാണുക്കളൊക്കെ പെരുകി നാശകുടലിയാവും. അതുകൊണ്ടാണ് അതിന് വെച്ചിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനുതാപം. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും, എന്താണ്? അനുതപിക്കുക. ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനുതാപം. അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ്. ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനുതാപ മുറകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി, അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയണത്. മേലിൽ പാപം ചെയ്യുകയെന്നൊക്കെ പറയത്തില്ലേ, തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിട്ട സാധനം തിരിച്ച് വരണില്ലേ. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവിക ജീവിതം ഉണ്ടല്ലോ, അത്രയ്ക്ക് പാടുള്ളതല്ല. ശരിക്കും ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഉണ്ട്. വേല വിശ്വാസിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേഴ്സായിട്ട് ജീവിക്കുന്നവർ, അവർക്കൊക്കെ റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ. അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റ് ഉണ്ട്. ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല, അതിനാണ് ഈ അമ്മയെ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്, അമ്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവം ആ അനുവാദം, ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരിയ എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് വരുന്നത്. അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഞാൻ 2 പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ്. പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്ന് ചിരിക്കണ കാണാം. ഞാൻ അച്ഛന്മാരൊക്കെ തോന്നുന്നു, ചില അച്ഛന്മാരോട് എനിക്ക് തോന്നിയതായിരിക്കും. നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറഞ്ഞത് എനിക്ക്
ഇതൊക്കെ എന്താ കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത്. ചിലര് തമാശാണ് പറയണതേ. കാര്യത്തിന് അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര പാടുള്ള കാര്യമല്ല. ദൈവം ഒരു മനുഷ്യനെ കമ്മ്യൂണിക്കബിൾ ആകുന്നത് അത്ര പാടുള്ള കാര്യമല്ല. ശരിക്കും ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണ്. അത് വാഗ്ദാനമാണ്. അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം. അതാണ്. അപ്പം എന്നിട്ട് ഈശോ പറയും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കനമില്ലാത്തവരെന്ന് എൻ്റെ അർത്ഥം. പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിഷ്കളങ്കതയാണ്. വേറെ ദൈവത്തോട് സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ല. അവർക്ക് ദൈവം. പിന്നെ ഹൃദയം നുറുങ്ങിയവർ, ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ, ദൈവം സമീപസ്ഥനാണ്. അപ്പം അത് ഒത്തിരിപ്പെട്ട അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനമൊക്കെ വരണത്. ഇപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാപം. എപ്പോഴും നമ്മൾ ഓർത്ത് അനുതാപം. ഇപ്പോൾ പാപം കുറിച്ച് അനുതപിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. കാര്യം കുറേ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും നുണ പറച്ചിലും അറിയാതെ പറയും, അറിഞ്ഞു പറയും. അപ്പം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എന്ന് പറയണ. ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ, നമ്മൾ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്നാൽ പോരെ. അതല്ലേ ആത്മാർത്ഥം. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിലിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാൾ ഈ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത്? നമ്മൾ പിഴയില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത്? അവിടുത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത്. വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല. ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്. അപ്പം അതിന് പോലും അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജങ്കില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ, അത് നമ്മളെടുത്ത് ഡസ്റ്റ്ബിന്നിലിടുന്നില്ലേ. അപ്പം അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം. അനുതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്ന് ദൈവം നോക്കത്തുള്ളൂ. അനുതാപത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനുതാപത്തിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവവേദന ഒന്ന് ചിന്തിച്ച്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഉൾപ്പെട്ട് പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണെന്നൊരു കാര്യമില്ല. എല്ലാം വീക്കെന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല. നമ്മൾ അതിന് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. പാപം നൽകുന്ന ഒരു ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തോടും കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാമും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ഷൻ വരത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ, ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും. അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ്.